ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ CM മടവൂർ അനല്ല എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ അതിന് അർത്ഥം ഞാൻ അള്ളാഹുവാണ് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം CM മടവൂർ അള്ളാഹുവാണ് എന്നുള്ളതല്ല. CM മടവൂർ അള്ളാഹുവിനെ അറിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥം. പക്ഷേ അതിനെ ചിലർ വേറെ രൂപത്തിൽ തിരിച്ചു വിട്ടതാണ് പ്രശ്നമായത്, അല്ലെങ്കിൽ അത് ഇത്രയും വലിയ ഇഷ്യൂ ആയത്. അല്ലാണ്ട് ഒരിക്കലും CM മടവൂർ അള്ളാഹു അല്ല. കാരണം അങ്ങനെ ഒരു ആൾക്കും പറയാനും പറ്റില്ല. കാരണം അങ്ങനെ ഒരു വാക്ക് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പറയാൻ പറ്റും, അനല്ല എന്നുള്ളത്. കാരണം എന്താണ്? അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CM മടവൂർ അനല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നിൻ്റെ കാൽ എനിക്ക് വഴിപ്പെട്ടാൽ നിൻ്റെ കാല് ഞാനായി മാറി, നിൻ്റെ കൈ എനിക്ക് വേണ്ടി വഴിപ്പെട്ടാൽ നിൻ്റെ കൈ ഞാനായി മാറി, നിൻ്റെ കണ്ണ് എനിക്ക് വേണ്ടി വഴിപ്പെട്ടാൽ നിൻ്റെ കണ്ണ് ഞാനായി മാറി, നിൻ്റെ വായി എനിക്ക് വേണ്ടി വഴിപ്പെട്ടാൽ നിൻ്റെ വായി ഞാൻ ആയി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പരിപൂർണമായും എന്നിൽ വഴിപ്പെട്ടാൽ നീ തന്നെ ഞാനായി മാറും എന്നുള്ള ഒരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് CM മടവൂർ അനല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം ഞാൻ ഒരു CM മടവൂരിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളിനെ എതിർത്തുകൊണ്ടോ പറയുന്നതല്ല. ഞാൻ CM മടവൂർ ആ പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ അനുകൂലിക്കുന്നുമില്ല, എതിർക്കുന്നുമില്ല. കാരണം അത് CM മടവൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവണം ആർക്കെങ്കിലും. പക്ഷേ ആ വിശദീകരിച്ച് കൊടുത്ത വ്യക്തിക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സൃഷ്ടിക്കുന്ന ഏത് സൃഷ്ടിയിലും എന്ന് വെച്ചാൽ എല്ലാ സൃഷ്ടിയിലും എൻ്റെ തൗഹീദ് വിളിച്ചോതുന്ന ഒരു ദൃഷ്ടാന്തം അതിലുണ്ട്. ഏത്? ആ അള്ളാഹു സൃഷ്ടിക്കുന്ന ഓരോ സൃഷ്ടിയിലും അവൻ്റെ തൗഹീദ് വിളിച്ചോതുന്ന ദൃഷ്ടാന്തം അതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളത് ഇന്ന് യഥാർത്ഥമായിട്ട് ഒരാളും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇന്നതാണ് ആ ദൃഷ്ടാന്തം. നമ്മൾ പല കാര്യങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പല രീതിയിലും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്തരങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിൻ്റെ തൗഹീദ് വിളിച്ചോതുന്ന ദൃഷ്ടാന്തം എന്താണ് എന്നുള്ളത് ഇന്ന് യഥാർത്ഥമായിട്ട് ഒരാൾക്കും പറഞ്ഞു തന്നിട്ടുമില്ല. ഇനി അങ്ങനെ അറിയുമെന്നുണ്ടെങ്കിൽ തന്നെ ആരും പറഞ്ഞു തരുന്നുമില്ല. പക്ഷേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് യഥാർത്ഥമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. അള്ളാഹു എന്തായാലും എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. കാരണം യഥാർത്ഥമായിട്ടുള്ള അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമം. ഇതിലല്ലാതെ ഒരാളെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഒരാളെയും എതിർക്കാനോ വേണ്ടിയല്ല. ഇനി അഥവാ എന്തെങ്കിലും എൻ്റെ ഈ സംഭാഷണത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. എന്തായാലും ഇത് ശ്രവിക്കുക, നോക്കുക. എന്നിട്ട് എന്താണോ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ ഇതിന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്.